പ്രധാനപ്പെട്ട ഒരു വിഷയം അറിയാനില്ല. അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഇതിനൊക്കെ തയ്യാറാണ്. നിങ്ങൾക്ക് വേണ്ട സൗകര്യപ്പെട്ട എല്ലാ സംവിധാനങ്ങളും ചെയ്തു തരാൻ തയ്യാറാണ്. നിങ്ങൾ ഒഴിവുള്ള ദിവസം അറിയിച്ചാൽ മതി. 23-ാം തീയതി വണ്ടൂർ കമ്മിറ്റി ഹാളിൽ വരണമെന്ന് പറഞ്ഞിട്ടില്ല. കാരണം പലർക്കും പല സൗകര്യ കുറവുണ്ടാവും. അപ്പൊ അത് പറയാൻ പറ്റൂലല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം എന്നാണെങ്കിൽ അന്ന് ആ രജിസ്റ്റർ കത്തിൽ കൊടുത്തിട്ടുണ്ട്. അന്ന് ഞങ്ങളുടെ ആളുകളെ കണ്ട് വരുന്ന വെറുതെ അങ്ങോട്ട് തെണ്ടി വരുമൊന്നും വേണ്ട. ഞങ്ങളുടെ ആളുകൾ വന്നിട്ട് നിങ്ങളെ ആനയിച്ചുകൊണ്ട് കൊണ്ടുവരുന്ന അപ്പൊ കത്തിലേരികൾ അത് ഡോക്ടർ ആലുവ മസ്ജിദ് 40 കൊല്ലം ജാമിഉൽ അസ്ഹറിലൊക്കെ പഠിച്ച് പാസ്സായി അവിടെ പഠിപ്പിച്ചു വന്ന ആളാണെന്ന് എല്ലാവർക്കും അറിയാം. അദ്ദേഹത്തെ ഇത്തരം നമ്മളെ കേരളക്കാരനായിരിക്കെ ഇത്തരത്തിലൊരു പ്രധാന ഫംഗ്ഷനിൽ പങ്കെടുപ്പിക്കണം എന്ന് നമ്മളെല്ലാവരും നിർബന്ധമാണ്. അദ്ദേഹത്തിന് ഫസ്റ്റിൽ അദ്ദേഹത്തിന് അയച്ചു. രണ്ടാമത് നദ്വത്തുൽ മുജാഹിദിന്റെ പ്രസിഡന്റ് ഡോക്ടർ ഉസ്മാൻ മതപണ്ഡിതനല്ലെങ്കിലും ആ മത സംഘടനയെ നയിക്കുന്നത് പ്രസിഡന്റ് സ്ഥാനത്ത് അദ്ദേഹമുണ്ടോ. അതുകൊണ്ട് അദ്ദേഹം ഇതിൽപ്പെട്ട അർഹരായിട്ടുള്ള ആൾക്കാരെ തെരഞ്ഞെടുത്തയക്കണം എന്ന നിലയ്ക്ക് അദ്ദേഹത്തിനും രജിസ്റ്റർ അയച്ചു. പിന്നെ KP മുഹമ്മദ് മൗലവിയാണ് മതപണ്ഡിതനായിട്ട് സെക്രട്ടറി, അദ്ദേഹത്തിനും രജിസ്റ്റർ ഒക്കെ എക്നോളജിന്റെ കയ്യിലുണ്ട്. അവർക്ക് വന്നാണ് അവരിൻ്റെ ഇതിനാണ് KT കുഞ്ഞാൻ സാഹിബിന്റെ ഫ്രം അഡ്രസ്സോടുകൂടി കൺവീനർ എന്നുള്ള നിലയ്ക്ക് ഫ്രം അഡ്രസ് വെച്ച് അച്ഛന്റെ രജിസ്റ്റർ എക്നോളജ്മെന്റ് വന്നാണ്. ഇവരൊക്കെ ഒപ്പിട്ടയച്ച എക്നോളജ്മെന്റ് ആണ്. എല്ലാവർക്കും കത്ത് കിട്ടി നടത്തും. ആർക്കൊക്കെ? ജമാഅത്തിന്റെ അമീർ സിദ്ദീഖ് ഹസൻ സാഹിബ്, നദ്വത്ത് സെക്രട്ടറി പ്രസിഡന്റ് ഡോക്ടർ ആലുവ മൊഹീദ്ദീൻ, KP അബ്ദുൽ ഖാദർ മൗലവി നദ്വത്ത് ജാമിയ നദ്വിയന്റെ പ്രിൻസിപ്പാളായിട്ട് ഇപ്പോൾ ആക്ടിംഗ് സെക്രട്ടറിയോ ആണെന്നിട്ട് പറഞ്ഞു. KP അബ്ദുൽ ഖാദർ മൗലവി എല്ലാവർക്കും അറിയാലോ, മുജാഹിദീങ്ങൾക്കൊക്കെ അറിയാലോ. പിന്നെ സുല്ലം സലാം അറബി കോളേജിലെ പ്രിൻസിപ്പാൾ KK സുല്ലമി മൗലവി, പിന്നെ TC അബൂബക്കർ, TC മുഹമ്മദ് മൗലവി ജാമിയ നദ്വിയന്റെ അധ്യാപകനായിരുന്ന ഒരാളാണ്. വേറെ ഉമർ മൗലവി, നമ്മളെ പ്രസിദ്ധനായ K ഉമർ മൗലവി, അദ്ദേഹം മക്കത്തൊക്കെ പോയിട്ട് 10-20 കൊല്ലം പഠിച്ചു വന്ന ആളാണ്. അദ്ദേഹത്തിന്റെ അടുത്തുള്ള ഇസ്ലാം കാര്യങ്ങളും ഇമാം കാര്യങ്ങളും നിസ്കാര കണക്കും എന്തൊക്കെയെങ്കിൽ ഖുർആന്റെ അടിസ്ഥാനത്തിൽ ഹദീസിന്റെ അടിസ്ഥാനത്തിൽ പഠിച്ചതൊക്കെ നമ്മൾക്ക് കിട്ടണല്ലോ. നമ്മളിത് കിട്ടാൻ വേണ്ടി നടക്കാം. ഇവർക്കെല്ലാവർക്കും അയച്ചു. വളരെ മാന്യമായിട്ട് ബഹുമാന്യരെ എന്ന് തുടങ്ങി ഇതൊക്കെ ഇവിടെ പ്രസിദ്ധിച്ചതുണ്ട്. ബഹുമാന്യരെ എന്ന് തുടങ്ങി അങ്ങനെ ഞങ്ങൾ ഇതിനൊക്കെ തയ്യാറാണ്. നിങ്ങൾക്ക് ഒഴിവുള്ള ദിവസം അറിയിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് പ്രശ്നങ്ങൾ ഒട്ടാകെ നീട്ടിവായങ്ങളൊക്കെ വായിച്ചതായിരിക്കും. പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് പറയേണ്ട പ്രശ്നങ്ങൾ ഇന്നതാണെന്ന് നമ്പർ ഇട്ടങ്ങോട്ട് കൊടുത്തു. എന്താ നമ്പറിൽ പറഞ്ഞത്? ഫാത്തിഹയിലെ ബിസ്മി ഉറക്കെ. ആ പ്രശ്നങ്ങൾ ആദ്യം പറയാം, അതിനെപ്പറ്റിയൊക്കെ സംസാരം വരും. അപ്പൊ പ്രശ്നങ്ങൾ ഓർമ്മയിലിരുന്നോട്ടെ. ഫാത്തിഹയിലെ ബിസ്മി ഉറക്കയാക്കരുതെന്നും ഖുർആനിൽ എവിടെയുമില്ലാത്ത ആമീൻ ഉറക്ക ചെല്ലണമെന്നും നിയമാക്കാൻ കാരണമെന്ത്? ഇപ്പൊക്കെ പ്രശ്നമായിട്ട് അവിടെ വെച്ചാൽ മതി. തീരുമാനം പറയല്ലേ. തീരുമാനം ഇപ്പൊ പ്രതീക്ഷിക്കുമ്പോൾ ഒക്കെ നമുക്ക് ചർച്ച ചെയ്ത് അവസാനിപ്പിക്കേണ്ടതാണ്, അത് തീരുമാനിക്കേണ്ടതാണ്. സക്കാത്തിനെ പറ്റിയല്ല. രണ്ടാം നമ്പർ കമ്മിറ്റി അയച്ചു കൊടുത്ത ക്ഷണകത്തിൽ ഇന്ന പ്രശ്നങ്ങളെ സംബന്ധിച്ചാണ് ചർച്ച ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ പ്രശ്നങ്ങളിലെ നമ്പറാണ് വായിക്കുന്നത്. 2-ാം നമ്പർ സക്കാത്തിനെ പറ്റിയല്ലാതെ നമസ്കാരത്തെ പറ്റി ഫർദ് എന്ന് ഖുർആൻ ഒരിക്കലും പറയാതിരിക്കെ നമ്മളെല്ലാവരും ഫർദ് നമസ്കാരം എന്ന് മാത്രം പറയുന്നത് ശരിയോ തെറ്റോ? ആരും തെറ്റിദ്ധരിച്ചു പോരുതേ. കാരണം പടച്ചവനെ ഖുർആൻ ഇസ്ലാം കാര്യത്തിൽ ആകെ ഫർദ് അത് വലിയത് നിസ്കാരമാണ്. നിസ്കാരം ഫർദാണോ അല്ല എന്നൊരു സംശയം ഇപ്പൊ ചർച്ച ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ആരും തെറ്റിദ്ധരിക്കേണ്ട, സംശയിക്കും വേണ്ട. ചിലർക്കൊക്കെ ബേജാറുണ്ടാവും, ബേജാറും വേണ്ട. എന്താണ് ഈ പറയുന്നതെന്നൊക്കെ ഇവിടെ വിവരിക്കാൻ പോവാൻ. 3, നമസ്കാരത്തിൽ അല്ലാഹുവിനെയല്ലാതെ മറ്റാരെയും വിളിക്കാൻ പാടില്ലെന്ന് ഖുർആൻ പ്രത്യേകം വിലക്കിയിട്ടും മുസ്ലിങ്ങളുടെ സകല നമസ്കാരത്തിലും അത്തഹിയ്യാത്തിൽ നബിയെ നേരിട്ട് വിളിക്കുന്ന സമ്പ്രദായം നിലവിൽ വന്നതെങ്ങനെ നമ്മൾക്കറിയണ്ടേ? 5, അൽ മസീഹി എന്ന പദത്തെ ഈസാ നബി എന്ന അർത്ഥത്തിലല്ലാതെ അള്ളാഹു ഒരിക്കലും പ്രയോഗിക്കാതിരിക്കെ പ്രസ്തുത പദത്തോടൊപ്പം ദജ്ജാൽ എന്ന പദം കൂട്ടിച്ചേർത്തുകൊണ്ട് പെരുങ്കള്ളനായ ഈസാ നബി എന്ന അർത്ഥം വരുന്ന തരത്തിൽ അള്ളാഹുവിനോടുള്ള പ്രാർത്ഥനയിൽ തന്നെ സകല നമസ്കാരത്തിലും നാം ഉരുവിടുന്നത് അപകടമല്ലേ? അല്ല, അപകടമില്ല എന്നാണോ? ഇക്കോട്ടെ, ചർച്ച ചെയ്യാം. 6, നമസ്കാരം 3 ഉണ്ടെന്നല്ലാതെ അത് 5 ഉണ്ടെന്ന് ഖുർആൻ കൊണ്ട് തെളിയിക്കുവാൻ സാധ്യമാണോ? ജീവിതത്തിൽ ഒരിക്കലും നബി ളുഹറും മഗ്രിബും നമസ്കരിച്ചിട്ടില്ലെന്ന ഷിയാക്കളുടെ വാദം വ്യക്തമായ പ്രമാണത്തിലൂടെ ഖണ്ഡിക്കാൻ കഴിയുമോ? ചോദ്യമാണ്. ഖണ്ഡിക്കാൻ കഴിയുമെന്നുകൊണ്ട് പറഞ്ഞാൽ മതി. ഇതൊക്കെ ചോദ്യം വെച്ചു കൊടുത്തിരിക്കാം. ഒരു തീരുമാനം അവരോട് പറഞ്ഞിട്ടില്ല. അതൊക്കെ വന്ന് തീരുമാനമാക്കേണ്ട ഈ വിഷയം. ഇത് തീരുമാനമാക്കാതിരിക്കാൻ പറ്റും? തീരുമാനമാക്കാതിരിക്കേണ്ട വിഷയം നമസ്കാരത്തിൽ നിത്യം നമ്മൾ ചെയ്തു പോരുന്ന വിഷയം. വെള്ളം നിത്യം ചെയ്തു പോരുന്ന സംഗതികളാണ് ഇതൊക്കെ. അത് ശിർക്കാണോ കുഫ്റാണോ? ഇസ്ലാമാണോ? ഖുർആൻ അനുസരിച്ചുള്ളത്
അനുഷ്ഠാനമാണോ? ഇതൊക്കെ ഇവിടെ ചർച്ച ചെയ്യുന്നത്. പെരുങ്കനായ ഈസാ നബി എന്നാണ് മസീഹ് ദജ്ജാലിന്റെ അർത്ഥമെങ്കിൽ അത് മുസ്ലിമീങ്ങൾക്ക് നമസ്കാരത്തിൽ ചെല്ലാൻ പാടുണ്ടോ? ചെല്ലാൻ പാടുണ്ടെന്നോ പാടില്ലെന്നോ രണ്ടാലെന്നോ തീരുമാനിക്കണമല്ലോ. ഇതൊക്കെ പ്രശ്നം വെച്ചിട്ട് അയച്ചു കൊടുത്തതിനുള്ള മറുപടി രണ്ടു വാക്യം അത് പറഞ്ഞേക്കാം. എന്താ അതിന് മറുപടി അയച്ചത്? കെ സുല്ലമി പറയണത് ആ എഴുതിയ ഒരൊറ്റ ചോദ്യം മനസ്സിലായിട്ടില്ല എന്നാ. രേഖാമൂലം എഴുതി തന്നിട്ടുണ്ട്. രേഖാമൂലം കെ സുല്ലമി, അരീക്കോട് സുല്ലും സലാം അറബിക് കോളേജിന്റെ പ്രിൻസിപ്പാൾ. ഈ 6 ചോദ്യങ്ങൾ നമ്മൾ പച്ച മലയാളത്തിൽ എഴുതി അയച്ച് ഇവരെല്ലാവരും കൂടി എഴുതി. ഞാനില്ല, ഞാൻ കമ്മിറ്റിയിലൊന്നുമില്ല കേട്ടോ, ഞാൻ എന്നെ ക്ഷണിച്ചപ്പോ വന്നല്ലേ. അപ്പൊ കമ്മിറ്റിക്കാര് പ്രമുഖരായ ധാരാളം ആളുകൾ കൂടിച്ചേർന്നുള്ള കമ്മിറ്റിയാണ്, ഞങ്ങൾക്കിത് പഠിക്കാനാണെന്ന് പറഞ്ഞിട്ട് ഇത്രയും പച്ച മലയാളത്തിൽ വ്യക്തമാക്കി കൊടുത്ത ചോദ്യങ്ങൾ 6ഉം ഒരൊറ്റ ഒന്നും മനസ്സിലായിട്ടില്ല. നിങ്ങളൊന്നും ഇങ്ങോട്ട് വരണം എന്നാണ് KT കുഞ്ഞാൻ സാഹിബിനോട് പറഞ്ഞത്. അപ്പൊ ചെല്ലുകൊണ്ട് അബദ്ധമൊന്നുമില്ല, ഏതായാലും ചെല്ലേണ്ട സമയത്ത് ചെല്ലെന്നെ. ഇതൊന്നും മനസ്സിലാവണില്ല എന്ന് പറഞ്ഞത് മനസ്സിലാവോ ഇല്ല എന്ന് നമുക്കൊന്ന് നോക്കണമല്ലോ. അള്ളാഹുവിനല്ലാതെ വിളിക്കാൻ പാടില്ല എന്നുകൊണ്ട് അള്ളാഹുവിനല്ലാത്ത ഒരാളെ ഇവിടെ വിളിക്കുന്നുണ്ട്. അത് ശരിയോ തെറ്റോ ഒന്നും അത് മനസ്സിലാവണില്ല. അത്രേ. പെരുങ്കള്ളനായ ഈസാ നബി എന്ന് പറയുന്ന പ്രയോഗം ഖുർആനിൽ തഹ്‌യ്യാത്തിൽ കാണുന്നു. ഖുർആൻ അനുസരിച്ച് അതിന്റെ അർത്ഥം പെരുങ്കള്ളനായ ഈസാ നബി എന്ന ഖുർആൻ അനുസരിച്ച്. അതായത് മസീഹ് എന്ന് 11 സ്ഥലത്ത് ഖുർആനിലുണ്ട്. ഈ 11 സ്ഥലത്തും അൽ മസീഹ് എന്ന് പറഞ്ഞാൽ ഈസാ നബി എന്ന അർത്ഥം. 12ാമത്തെ സ്ഥലം ഖുർആനിലില്ല, 2ാമത്തെ അർത്ഥമില്ല. അങ്ങനത്തെ അൽമസീഹിന്റെ കൂടെ ദജ്ജാലാണ്ട് കൂട്ടിച്ചേർത്താൽ എന്താ വരിക? പെരുങ്കള്ളനായ ഈസാ നബി എന്ന അർത്ഥം വരിക. ഇത് അള്ളാന്റെ മുമ്പിൽ ഇരുന്നിട്ട് നമ്മള് ഈ നുരുമ്പിരിയായിരം പറയണോ വേണ്ടേ? നുരുമ്പിരിയായിരുന്ന പഴയ ഭാഷയിൽ പറയും. ഇതൊന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് ഇത് ശരി അങ്ങനെ ഒരാൾ പറയുന്നു, അല്ലെങ്കിൽ ചില പണ്ഡിതന്മാരിങ്ങനെ പറയുന്നു. അത് ശരിയാണോ തെറ്റാണോ? ഖുർആന്റെ അർത്ഥപ്രകാരം ഈസാ നബി എന്നല്ലാതെ അതിനർത്ഥമില്ല എന്ന് പറയുന്നത് ശരിയോ തെറ്റോ എന്ന് ഒന്ന് ചർച്ച ചെയ്യണം എന്ന് പറയുമ്പോ ചോദിച്ച് മനസ്സിലായില്ല എന്നാ ഇപ്പൊ കത്ത്. തിരികട്ടെ, മനസ്സിലാവുന്ന കാലത്ത് മനസ്സിലാവട്ടെ, അല്ലാണ്ട് ഇപ്പൊ എന്ത് ചെയ്യാനാ? പിന്നെ ഉമർ മൗലവി പറഞ്ഞത് നമസ്കാരമൊക്കെ അവിടെ ഇരിക്കട്ടെ, നമ്മൾക്ക് പ്രവാചകൻ ഗുരുനാഥനാണെന്ന് സമ്മതിക്കോ ഇല്ലേ എന്ന് ആദ്യം ചേകനൂർ മൗലവിയോടൊന്ന് ചോദിക്കണം. മൂപ്പരുടെ മറുപടിയാ ഇത്. നിസ്കാരത്തിലേക്ക് പ്രശ്നങ്ങളൊക്കെ എഴുതി അച്ചെടുത്ത് മൂപ്പർ എന്താ പറഞ്ഞറിയോ? പ്രവാചകൻ മുഹമ്മദ് നബി നമ്മുടെ ഗുരുനാഥനാണ്, ഖുർആൻ വിവരിച്ച് തരാനുള്ള ഗുരുനാഥനാണോ അല്ലേ എന്ന് ആദ്യം തീരുമാനിക്കണം. തീരുമാനിച്ചല്ലോ, ആണ്. എന്താ തീരുമാനിക്കേണ്ടത്? ആണ്. നബി തന്നെയാണ് നമ്മൾക്ക് ഖുർആൻ പഠിപ്പിച്ചത്. നമുക്ക് വേറൊരു മൊല്ലാക്ക പഠിപ്പിച്ചെന്നാൽ നമ്മൾ സ്വീകരിക്കും. നബി പഠിപ്പിച്ചതാണെന്ന് ബോധ്യപ്പെട്ടിട്ടാണ് നമ്മൾ സ്വീകരിക്കുന്നത്. മൊല്ലാക്കന്മാർ പറഞ്ഞതിന്റെ പേരിലല്ല ഖുർആൻ നമ്മൾ പഠിച്ചത്. നബി പഠിപ്പിച്ച ഖുർആനാണ് എന്ന് മൊല്ലാക്കന്മാരോ മൊയ്ലിയന്മാരോ പറഞ്ഞ് അത്